എന്താ ഇന്നിപ്പോ ആരേനെ ആവോ കണ്ട കണി എങ്ങനെ ഉണ്ടോന്ന് ഒന്നും അറിയില്ല. ആരേ വല ഇടാൻ പറ്റുമോന്നും അറിയില്ല ഇപ്പൊ നേരത്തെ. നല്ല രവി എന്ന് പണിക്കൊന്നും പോണില്ലേ ഇജ്ജ്? നല്ല മഴയല്ലേ വരുന്ന മോനേട്ടാ. ഈ മഴയത്ത് എങ്ങോട്ട് പണിക്ക് പോകാനാ? ഓരോരുത്തർക്കും മഴയാണെങ്കിൽ മഴ, വെയിലാണെങ്കിൽ വെയിൽ. പണിക്ക് പോണ്ട ഈ മോനേട്ടാ ഇയാൾക്ക് മറ്റേ എന്താ പറഞ്ഞ വയർപ്പിന്റെ അസുഖം. ഓ അല്ലാതെ എന്ത് പണിക്ക് പോണെന്ന് വിചാരിക്കണേ. അല്ല അതും ശരിയാണ്. ആ ഇയാൾക്ക് എന്താ വേറെ ചുറ്റുപാടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, കുടുംബം കുട്ടികളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ നടക്കുക എന്നല്ലാതെ വേറെന്താ? പിന്നെ എന്റെ വീട്ടിലെ കാര്യം ചെയ്യാനുള്ള നോക്കണേ. ആ പാവം തള്ളപ്പിടി അമ്മ ഇങ്ങനൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിന്നാൻ കൊണ്ടിരിക്കുക, നടക്കുക, ഒരു പണിക്കും പോവാതെ ഇവിടൊക്കെ തന്നെ ഇത് നടക്കും. മോനേട്ടാ ആദ്യം എനിക്കൊരു പെണ്ണിനെ ശരിയാക്കി താ. അല്ല മോനേട്ടാ, ഇവനൊക്കെ എവിടുന്ന് പെണ്ണ് കിട്ടാനാ? ഭയങ്കര ഡിമാൻഡാ. തത്തമ്മ ചുണ്ട്, മുട്ടോളം മുടി. ആദ്യം പോയി കണ്ണാടിയിലൊന്ന് നോക്ക്, കൊരങ്ങനെ പോലുള്ള ഒരു മോന്തി. നിങ്ങൾ രണ്ടാളും ഇങ്ങനെ കടിപിടി കൂടണ്ട. നിങ്ങൾ കൂട്ടുകാരാണ്. അനക്ക് ഇപ്പൊ എന്തേലും ഇനി പെണ്ണില്ല. നമുക്ക് നടന്ന് നടന്ന് എന്റെ ചെരുപ്പ് തേഞ്ഞുണ്ടോ? ഇത്തിരി അർജന്റ് ഉണ്ട്. എടാ ശ്രീജിതേ എന്നാ പിന്നെ അണക്ക് പറ്റിയൊരു പെണ്ണിന്റെ ഉണ്ട്. അതാ നോക്കിക്കൂടി. അപ്പോഴേക്കും ധൃതി വെച്ചാലോ, ഇതിന് ചില കാര്യങ്ങളൊക്കെ നടത്തന്നെ. ഇപ്പൊ എന്തെങ്കിലും ഉണ്ട് കാട്ട്, ബസ്സിന് പോകണം, ചായ കുടിക്കാൻ. എന്താണ് ആവശ്യം? പൈസ ഞാൻ തരുമല്ലോ. ഇതോ അതേ ഉള്ളൂ നമ്മൾ. ശരി മതി. പിന്നെ ആ ഇജ്ജി ഒരു കാര്യം ചെയ്യും, ആ ഞായറാഴ്ച 9 മണിക്ക് ഞാൻ വീട്ടിൽ വരും. ആയിക്കോട്ടെ. അപ്പോഴേക്ക് റെഡി ആയിരുന്നോ? റെഡിയായി എത്തിയിരിക്കും. ശരി ഓക്കെ. കാണാൻ എത്ര നേരം ചെങ്ങായി. ഈ മാമനെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ നേരമായിട്ട് നടക്കണ? ആന്റിനെ കാണാനായിട്ടുള്ള തിരക്കാ തോന്നുന്നത്. വലിയ ഭർത്താനെ ഈ ചെറിയ വയല് പറഞ്ഞിട്ടാ. അപ്പൊ അകത്ത് പോകത്ത് പോ. എന്തിനാ വെറുതെ ദേഷ്യപ്പെടുന്നത്? അനക്ക് കിട്ടാനുള്ള അനക്ക് തന്നെ കിട്ടും. ബ്രോക്കർ വരാത്തതിന് ഞങ്ങൾ എന്താ ചെയ്യാ? മോളകത്ത് പോയി കളിച്ചോ. നിങ്ങളൊക്കെ എവിടെ ഇരുന്നേ മോനേട്ടാ? ഈ എത്ര നേരായി? 10 സമയം, 9 മണിക്ക് വരാന്ന് പറഞ്ഞാല് പോയി പെണ്ണ് കാണണ്ടേ? ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ നടക്കുക? അപ്പൊ ശ്രീജിത്തെ അനക്ക് പെണ്ണിനെ കാണിച്ചെന്നാ പോരെ? എത്ര മണിയായി? എന്താ ഇതെങ്ങനെയെങ്കിലും നടന്ന് കിട്ടിയാ മതി. എന്താ ഇവിടെ എന്തേക്കണേ? കളിക്കൊന്നും വേണ്ട, നായ്ക്കളുണ്ടാവും അവിടെ. ഇവിടെ പോയിക്കോ, കുടുംബം വീട്ടിൽ പോയിക്കോ. വിഷം നായ്ക്കളൊക്കെ ഇറങ്ങിയുള്ളതാ. എടാ പോണ വഴിക്കേ ആ രവിനെ വിളിച്ചേ, എന്റെ കൂട്ടുകാരനെ. നോക്കടാ, അന്ന് നല്ലൊരു കണിയാണ്. അന്ന് നമ്മൾ പോയ കാര്യം അണക്കുന്ന റെഡിയാണത്. പിന്നെ എന്റെ പോലെ നമ്മൾ കാണും. കാര്യം കഴിഞ്ഞു കഴിഞ്ഞാ കൈ മലർത്തില്ല. ഞാൻ പറഞ്ഞതിൽ കൂടുതൽ നിങ്ങൾക്ക് തരും. ചേച്ചി പാട്ടിൽ വരുന്നേ. ആ മോനെ ഞാൻ എടുത്തോളാം. അയ്യോ മോനെ, പൈസ വേണ്ടേ? വേണ്ട, ഞാൻ പിന്നെ വാങ്ങിക്കോളാം. അപ്പോഴേക്കൊരു മഴയും വന്നല്ലോ, വല്ലാത്തൊരു ഇതാ. സുരേഷ് എന്ന് പണിക്ക് പോയില്ലേ? ആ അതെ അതെ, അങ്ങോട്ട് വരും അവിടെ അല്ല. ആ സുരേഷേ, ഞാനേ ഞങ്ങളുടെ കുട്ടീനെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് വരാണേ. ആ അതെ അതെ. അതൊന്നല്ല, അങ്ങോട്ട് പോര്. അപ്പുറത്താണ്, അങ്ങോട്ട് പോരും. ഇതിന്റെ ബാക്കിൽ തന്നെയാണ്, അങ്ങോട്ട് പോര്. ആ വീട്ടിലേക്ക് നോടി ചെയ്യാറുണ്ട. ഏതാണോ ചിക്കൻ? എന്തോ ഒരു വശപശകുണ്ടല്ലോ. അണക്ക് ആരെ കണ്ടാലും സംശയമാണ്. എന്താണ് പൊങ്ങനെ? സുരേഷ്, അമ്മുനെ കാണാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഏതാ ചെക്കൻ? അമ്മ അതാണ് ചെക്കൻ. എന്താ മക്കളെ അവിടെ ഇരിക്കുന്ന? ഇറങ്ങിയിട്ട് സോഫയിലേക്ക് സുനിത, അമ്മ അവിടെ. അമ്മോ, അവർക്ക് ചായ കൊടുക്കും. പെണ്ണിനൊക്കെ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? നല്ലൊരു തങ്ക കൊടുത്തന്നെയാണ് തന്നെണ്ണ. ഇനി നാളെ അത് പറ്റിയില്ല, അതാണ് ഇതാണെന്നൊന്നും പറഞ്ഞായിരുന്നു. എവിടെ അത് വരും രണ്ടാളും? ഇപ്പൊ കുറച്ചു നേരമായി. കണ്ടില്ലേ? ഓർഡർ കണ്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? കാര്യങ്ങളൊക്കെ പോയിട്ട് അറിയാലോ. ഒക്കെ ശരിയായിരുന്നു. ഇനി നമുക്കവിടെ നടത്താം. അപ്പൊ കുട്ടികളൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഇനി അധികം ദീർഘിപ്പിക്കണ്ട, നാളെ തന്നെ നടത്തിയാലോ. നാളെ? അല്ലേ, മൂപ്പരിപ്പൊ പറഞ്ഞത് എന്താ അറിയോ? അത് അടുത്ത മുഹൂർത്തത്തിൽ ചെയ്യാന്നുള്ളതാണ് പറഞ്ഞത്, അല്ലാണ്ട് തെറ്റിദ്ധരിക്കണ്ട. ഈ 2000 ഉറുപ്പിക എന്തിനാ കൊറേ ആയില്ലേ? എടാ, എന്റെ കാര്യം നടന്നു പോയില്ലേ? പിന്നെന്താ എനിക്ക് തന്നോണ്ട്? കാര്യം നടക്കണ കാരണം കൊണ്ട് നമ്മള് തരുന്നേ. കല്യാണം കഴിഞ്ഞിട്ടെ ഇതുകൊണ്ട് കഴിഞ്ഞില്ല.
നീ നമുക്ക് കണക്ക് പറയണം എന്തായാലും കാര്യം കുസാലാണ്. ഈ റൂം എന്റെ അമ്മയും അച്ഛനും കൂടി അലങ്കരിച്ചതാ. എങ്ങനെയുണ്ട് ശ്രീയേട്ടാ? ഇതിലും നല്ലത് നിന്റെ ഇറത്ത് കെട്ടിയ താർപ്പായാണ്. ചേട്ടൻ ഇവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. ഓ ശ്രീയേട്ടന് ഉപ്പിട്ട പാലാണോ അതോ പഞ്ചസാര ഇട്ട പാലാണോ ഇഷ്ടം? ഉപ്പിട്ട പാലോ? എനിക്ക് പഞ്ചസാര ഇട്ട പാല് മതി ഗോപു. എന്റെ ശ്രീയേട്ടൻ ഉപ്പിട്ട പാല് കുടിച്ചാൽ മതി. ഉപ്പിട്ടിട്ടും വേണ്ട, മണ്ണാങ്കട്ടിയും വേണ്ട. എന്താ ഇവിടെ പ്രശ്നം? എന്താ മോനെ, എന്താണ് ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് തന്നെ എന്തുണ്ടായി? നിങ്ങളെ മോൾക്ക് ഉപ്പിട്ട പാല് എന്നെ കൊണ്ട് കുടിപ്പിക്കണം. മോനെ കുടിച്ചൂടെ? ഭാര്യ സ്നേഹത്തോടെ തരുന്നതല്ലേ. ഉപ്പിട്ട പാലോ? എനിക്ക് ഉപ്പിട്ട പാലൊന്നും കുടിക്കാൻ പറ്റില്ല. മോളെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവന് ഉപ്പിട്ട പാലിന് കൊടുക്കണം നമുക്ക്. മക്കളോട് ഇങ്ങനെയൊക്കെയാണോ പറയാ? ഞാൻ പറഞ്ഞുതരാം, നോക്കിക്കോ. മോനെ, ആ പാലങ്ങട് മേടിച്ച് കുടിച്ചേ. ഇത് മൊത്തം വട്ടുകേസാണല്ലേ. ആ തോർത്ത് ഇങ്ങോട്ട് എടുത്തിട്ട് വായോ. ഇതിന് മുന്നത്തെ കല്യാണത്തിന്റെ അന്ന് ഉപ്പിട്ട പാല് കുടിക്കാൻ നമ്മൾ എന്താ ചെയ്താന്ന് അറിയില്ലേ? കയ്യ കാല് കൂട്ടി കെട്ടിട്ട് അങ്ങോട്ട് വായിലേക്ക് ഒഴിച്ചു കൊടുക്കന്നെ. മോനെ, പാല് കൊണ്ടുവാ.